ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് 2-digit നമ്പർ ഈസ് 11. ഒരു 2-digit നമ്പർ ഉണ്ട്, അതിൻ്റെ 2 നമ്പറുകൾ തമ്മിൽ കൂട്ടിയാൽ 11 ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. വാട്ട് ഈസ് ദ നമ്പർ? നമുക്ക് ആദ്യത്തെ 2 ഡിജിറ്റുള്ള നമ്പർ ഏതെന്ന് കണ്ടെത്തണം. നമ്മൾ ഉദാഹരണമായിട്ട് ഓരോ നമ്പറിനെയും എക്സ് വൈ എന്നിങ്ങനെ എടുക്കാം. അവ തമ്മിലുള്ള തുക എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 11 എന്ന് കിട്ടും. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഏതെങ്കിലും ഒരു സംഖ്യ തന്നാൽ അതിൻ്റെ ഏറ്റവും വലത് ഭാഗത്ത് ഏറ്റവും റൈറ്റ് സൈഡിലുള്ളത് വൺസുകൾ, പിന്നെ തൊട്ട് മുമ്പിലുള്ളത് ടെൻസുകൾ, അതിനും തൊട്ട് മുമ്പിലുള്ള ഹൺഡ്രഡ്സ്, അതിനും തൊട്ട് മുമ്പിലുള്ളത് തൗസൻഡ്സ്, അങ്ങനെയാണെന്ന്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഈ സംഖ്യ നമുക്ക് 10x പ്ലസ് വൈ എന്ന് വിചാരിക്കാം. നമ്മുടെ ആദ്യ സംഖ്യയെ 10x പ്ലസ് വൈ എന്ന് വിചാരിക്കാം. അപ്പോൾ അതിനോട് 27 കൂട്ടിയാൽ എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്? സംഖ്യകൾ നേരെ തിരിച്ചെഴുതിയത്. അത് 10y പ്ലസ് എക്സ് എന്ന് മാറ്റി എഴുതാം. ഇനി ഇക്വേഷനിലെ ഒരേ വേരിയബിൾ വരുന്ന സംഖ്യകളെ ഇക്വേഷൻ്റെ ഓരോ ഭാഗത്തോട്ട് കൊണ്ടുപോകുന്നത്. അതായത് 10x എന്നതിനടുത്തേക്ക് റൈറ്റ് സൈഡിലുള്ള എക്സിനെ കൊണ്ടുവരും. അപ്പോൾ 10x മൈനസ് എക്സ് ആയി മാറും. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള y 27 എന്നിവയെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ 10y മൈനസ് y മൈനസ് 27 എന്നാകും. ഇനി ഇത് ചെയ്യുമ്പോൾ 10x മൈനസ് എക്സ് മീൻസ് 9x. അപ്പുറം എന്തായി മാറും? 9y പ്ലസ് 9y മൈനസ് 27 എന്നാകും. ഇപ്പോൾ ഇക്വേഷൻ 9x മൈനസ് 9y ഇസ് ഈക്വൽ ടു മൈനസ് 27 എന്നായി മാറി. ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x മൈനസ് y ഈസ് ഈക്വൽ ടു മൈനസ് 3 എന്ന് കിട്ടി. ഇപ്പോൾ 2 ഇക്വേഷൻസ് റെഡിയായി. ഇനി ഈ 2 ഇക്വേഷൻസും കൂടെ ആഡ് ചെയ്യാണ്. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 11 എന്നതും 9x മൈനസ് 9y ഈസ് ഈക്വൽ ടു മൈനസ് 27 എന്നതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2x ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. പിന്നെ അതിൽ നിന്ന് x ഈസ് ഈക്വൽ ടു 4 കിട്ടും. ദെൻ ഈ 4നെ നമുക്ക് എവിടെ ആഡ് ചെയ്യാം? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 11 എന്നിടത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y ഈസ് ഈക്വൽ ടു 7 എന്നും കിട്ടും. അപ്പോൾ നമ്പർ 47. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഈ ക്ലാസ്സിന് അനുസരിച്ചുള്ള ഒരു ചെറിയ എക്സാം ഇടുന്നതായിരിക്കും. നന്നായി പഠിച്ച് എക്സാം എഴുതി മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.